സ്വാഗതം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ചെലവഴിക്കുന്നതിൽ കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയെ സർക്കാരിൻ്റെ ചെലവ് നിയന്ത്രണ സംവിധാനമായ പ്രതിമാസ അല്ലെങ്കിൽ പാദ വാർഷിക പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തിയതാണ് ഇതിന് കാരണം. ഈ പദ്ധതിയുടെ നടത്തിപ്പിനെ ഇത് ബാധിക്കുകയും തൊഴിൽ ദിനങ്ങൾ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെലവഴിക്കുന്ന തുക വാർഷിക വിഹിതത്തിൻ്റെ 60% നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാലം ആവശ്യാനുസരണം ഫണ്ട് ചെലവഴിക്കാവുന്ന ഒരു പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. പദ്ധതിയുടെ ഫണ്ട് താഴെത്തട്ടിലെത്തുന്നതിന് തടസ്സമുണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് നടന്നിരുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയെ പ്രതിമാസ വാർഷിക ചെലവ് പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നേരത്തെയും ധനകാര്യ മന്ത്രാലയം ഉന്നയിച്ചിരുന്നു എങ്കിലും ഗ്രാമവികസന മന്ത്രാലയം ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ധനമന്ത്രാലയം വീണ്ടും ആവശ്യപ്പെട്ടതോടെ ഗ്രാമവികസന മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. മന്ത്രാലയങ്ങൾ അനിയന്ത്രിതമായി പണം ചെലവിടുന്നതും വായ്പ എടുക്കുന്നതും തടയുന്നതിനായി 2017 ധനകാര്യ മന്ത്രാലയം പ്രതിമാസ അല്ലെങ്കിൽ പാദ വാർഷിക ചെലവ് പദ്ധതി കൊണ്ടുവന്നത്. ആവശ്യാനുസരണം പണം നൽകേണ്ട തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്വഭാവം മൂലം തൊഴിലുറപ്പ് പദ്ധതിയെ അതിൻ്റെ ഭാഗമാക്കാൻ പറ്റില്ലെന്നാണ് ഗ്രാമവികസന മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഒഴിവാക്കപ്പെട്ടിരുന്നത്. നടപ്പു സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പദ്ധതിയുടെ വാർഷിക വിഹിതത്തിൻ്റെ 60% 86,000 കോടി രൂപ വരെ ചെലവഴിക്കുവാനാണ് ധനമന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ കുടിശ്ശിക ബാധ്യത മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 21,000 കോടി രൂപ വർദ്ധിച്ചിട്ടുമുണ്ട്. ആവശ്യാനുസരണം പണം നൽകേണ്ട തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്വഭാവം മൂലം തൊഴിലുറപ്പ് പദ്ധതിയെ അതിൻ്റെ ഭാഗമാക്കാൻ പറ്റില്ലെന്ന് ഗ്രാമവികസന മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഇതുവരെ ഒഴിവാക്കപ്പെട്ടിരുന്നത്. നടപ്പു സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതത്തിൻ്റെ 60% 86,000 കോടി രൂപ വരെ ചെലവഴിക്കുവാനാണ് ധനമന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ കുടിശ്ശിക ബാധ്യത മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 21,000 കോടി രൂപ വർദ്ധിച്ചിട്ടുമുണ്ട്. ഈ വർഷത്തെ വിഹിതത്തിൻ്റെ പ്രധാന ഭാഗം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കുടിശ്ശിക ബാധ്യതകൾ തീർക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇതോടെ ഈ വർഷം പദ്ധതിക്ക് കീഴിലുള്ള തൊഴിൽ ദിനങ്ങൾ കുറയുകയും ചെയ്യുന്നതാണ്. രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിൽ സുപ്രധാനമായ ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 2006-2007 മുതൽ രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 200 ഗ്രാമീണ ജില്ലകളിൽ ആയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. 2007-2008 130 ജില്ലകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കുകയും 2008-2009 കാലയളവിൽ രാജ്യവ്യാപകമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുകയും ചെയ്തു. കോവിഡ് കാലത്ത് 7.55 കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് പദ്ധതിക്ക് കീഴിൽ ജോലി ലഭിച്ചിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് പദ്ധതി പ്രധാനപ്പെട്ട ഒരു സുരക്ഷയുമായിരുന്നു. സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു. ജോലി ചെയ്യാതെ വ്യാജ ഹാജർ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ജോലിക്ക് ഇറങ്ങാതെ തന്നെ വ്യാജരേഖ സൃഷ്ടിച്ച് ജോലി ചെയ്തതായി കാണിച്ച് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൻ്റെ
ആദ്യ പകുതിയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ചെലവ് ആദ്യമായി സർക്കാർ വാർഷിക വിഹിതത്തിൻ്റെ 60% പരിമിതപ്പെടുത്തി. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇതുവരെ അത്തരം ചെലവ് പരിധിയില്ലാത്ത ഒരു ഡിമാൻഡ് ഡ്രൈവൺ പ്രോഗ്രാമായി പ്രവർത്തിച്ചിരുന്നു. ഇതുവരെ ഒഴിവാക്കിയിരുന്ന ചെലവ് നിയന്ത്രണ സംവിധാനമായ പ്രതിമാസ അല്ലെങ്കിൽ പാദവാർഷിക ചെലവ് പദ്ധതി ഇതുവരെ ഒഴിവാക്കിയിരുന്ന ചെലവ് നിയന്ത്രണ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുമെന്ന് ധനമന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയത്തെ അറിയിച്ചു. ധനമന്ത്രാലയവും ഗ്രാമവികസന മന്ത്രാലയവും തമ്മിൽ നിരവധി തവണ നടത്തിയ ആശയവിനിമയങ്ങൾക്ക് ശേഷം ധനകാര്യ മന്ത്രാലയം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതത്തിൻ്റെ 60% വരെ, അതായത് 86,000 കോടി രൂപ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെലവഴിക്കുവാൻ കഴിയുമെന്ന് അറിയിച്ചു. ആദ്യ പകുതിയിൽ അടിയന്തരമായി ചെലവഴിക്കേണ്ട ചെലവ് കണക്കിലെടുക്കുമ്പോൾ ഇതിനർത്ഥം പദ്ധതിക്ക് 51,600 കോടി രൂപ മാത്രമേ ലഭ്യമാകൂ എന്നാണ്. മിക്ക സാമ്പത്തിക വർഷങ്ങളിലും 60% ചെലവ് പരിധി ഒരു വ്യത്യാസവും വരുത്തിയിട്ടുണ്ടാകില്ല. ആദ്യ പകുതിയിലെ ചെലവ് സാധാരണയായി 50%-നും 60%-നും ഇടയിലായിരുന്നതിനാൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ 53.5%വും 2023-24 60.51%വും 2022-23 54.29%വും 2021-22 60.83%വും 2020-21 കാലയളവിൽ 53.79%വുമാണ് ചെലവ് വന്നിരുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 21,000 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ ഗണ്യമായി വർദ്ധിച്ചതിനാലാണ് ഈ വർഷം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇത് സ്വാധീനം ചെലുത്തുമെന്ന് ഉദ്യോഗസ്ഥർ കരുതുന്നു. സർക്കാർ സ്രോതസ്സുകൾ പ്രകാരം ഈ വർഷത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക ബാധ്യതകൾ തീർക്കുന്നതിനായി ഉപയോഗിക്കപ്പെടുന്നു. ഇത് ലക്ഷ്യമിട്ട തൊഴിൽ ദിനങ്ങളുടെ എണ്ണം സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യത പരിമിതപ്പെടുത്തുന്നു. 2025-26 വർഷത്തേക്ക് ഗ്രാമവികസന മന്ത്രാലയം 198.86 കോടി വ്യക്തി ദിനങ്ങളുടെ തൊഴിൽ ബഡ്ജറ്റിന് അംഗീകാരം നൽകിയിരുന്നു. ഇതിൽ 67.11% അല്ലെങ്കിൽ 133.45 കോടി വ്യക്തി ദിനങ്ങൾ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2025 ജൂൺ 8 വരെ കേന്ദ്രം 24,485 കോടി രൂപ അനുവദിച്ചു. ഇത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഈ വർഷത്തെ മൊത്തം വിഹിതമായ 86,000 കോടി രൂപയുടെ 28.47%. മുൻ വർഷത്തെ കുടിശ്ശികകളെക്കുറിച്ച് ധനകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും ചോദ്യങ്ങൾ ഉന്നയിച്ചതായി അറിയപ്പെടുന്നു. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിലെ വ്യവസ്ഥകൾ ഉദ്ധരിച്ച് 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്ന് നിഷ്കർഷിക്കപ്പെട്ടിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിലെ അവസാന രണ്ടാഴ്ചത്തേക്ക് മാർച്ച് 15 മുതൽ 31 വരെ 21,000 കോടിയിലധികം രൂപ കുടിശ്ശിക ഇപ്പോഴും ഉണ്ടെന്ന് അവർ വാദിക്കുന്നു.
2006-7 കാലയളവിൽ രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 200 ഗ്രാമീണ ജില്ലകളിൽ ആരംഭിച്ച ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2007-8 കാലയളവിലേക്ക് 130 ജില്ലകളിലേക്ക് വ്യാപിച്ചിരുന്നു. COVID-19 പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് റെക്കോർഡ് 7.55 കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ലഭിച്ചപ്പോൾ 2020-21 കാലയളവിൽ പദ്ധതിയുടെ ആവശ്യകതയിൽ ഉണ്ടായിട്ടുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് ഇത് വലിയ ഒരു സുരക്ഷാ വലയമായി മാറുകയും ചെയ്തിരുന്നു. 2022 മാർച്ച് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർത്തിവെച്ച സംസ്ഥാനങ്ങളിൽ ഗുണഭോക്താക്കളെ ഈ കണക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.